ഞാൻ പി അനിൽ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി ഒരു വിഭാഗത്തെയും മോശമായി ചിത്രീകരിച്ചിട്ടില്ലെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ഹീനമായ പ്രചരണങ്ങൾക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും UDF-ഉമാണെന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ന്യൂനപക്ഷ വിരുദ്ധനായി ചിത്രീകരിക്കാനാണ് ശ്രമങ്ങൾ നടക്കുന്നതെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. അതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ്. ഒന്ന്, മുഖ്യമന്ത്രി ദ ഹിന്ദു ദിനപത്രത്തിനാണ് അഭിമുഖം നൽകിയിട്ടുള്ളത്, വിഷ്വൽ മീഡിയക്കല്ല. മുഖ്യമന്ത്രി എന്തു പറഞ്ഞു എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനിയിപ്പോൾ ഹിന്ദുവിൽ അച്ചടിച്ച് വന്ന കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഒരു തരത്തിലും ഏതെങ്കിലും ഒരു പ്രദേശത്തിനെ മോശമാക്കുന്ന ഒരു നിലപാട് കൈക്കൊണ്ടിട്ടില്ല. നമുക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ്. ഈ പൊളിറ്റിക്കൽ അജണ്ട കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDF-ന് വേണ്ടിയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാലും LDF ആയാലും LDF ഭരിച്ച സർക്കാരുകളായാലും മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വലിയ നിലയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇപ്പോൾ നടക്കുന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. UDF-ന് വേണ്ടിയാണ് അവർ പ്രചരണവേല നടത്തുന്നത്. ഇത് കേരളത്തിൽ വിലപ്പോവില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും ഒരു പ്രദേശത്തിനെ മോശമാക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി ഒരു പരാമർശവും നടത്തിയിട്ടില്ലെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. ACV ന്യൂസ്, കോഴിക്കോട്.